Hi, I'm Abida Rishi and welcome back. I'm here with another episode of Masterclass. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ലഞ്ച് മെനുവിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഞാൻ ഇതിനു വേണ്ടി നമ്മളിന്ന് ചെയ്യുന്നത് ചേമ്പ് ചാറ്, അയില നിറച്ച് പൊരിച്ചത്, ഇതാണ് ഇന്നത്തെ മെനു. അപ്പോൾ ചേമ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൊലോക്കാസിയ എന്ന് പറയും. ചേമ്പ് പലതരത്തിലുള്ള ചേമ്പുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചെറിയ ചേമ്പായിരിക്കും, ചിലപ്പോൾ കുറച്ച് വലിയ ചേമ്പുണ്ടാവും. അപ്പോൾ അത് ഇതേമാതിരി നല്ലോണം തോല് ചെത്തി വൃത്തിയാക്കണം. സാധാരണ ഈ ചേമ്പ് നന്നാക്കുന്ന സമയത്ത് കൈ ചൊറിയും. പക്ഷേ അതവർ പറയുന്നത് എന്താണെന്നറിയോ, ചേമ്പ് ചൊറിയാൻ കുറച്ച് നേരം ചൊറിയും. അത് കഴുകി കഴിഞ്ഞ് അടുപ്പത്ത് വേവാൻ തുടങ്ങുമ്പോഴത്തേക്ക് ചേമ്പിൻ്റെ ആ ചൊറി പോവും. ഓക്കെ, പക്ഷേ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. ചേമ്പ്, ചേന, മുരിങ്ങൻ്റെ ഇല, ഇതൊക്കെയാണ് സൂപ്പർ ഫുഡ്. അപ്പോൾ നമുക്ക് ബാക്ക് ടു നമ്മളെ ചേമ്പ് കറിയിലേക്കും നമ്മളെ എണ്ണിക്കാമ്പ് കറിയിലേക്കും പച്ചപ്പപ്പായ കറിയിലേക്കും തിരിച്ചു വരാം. സോ ഈസി മെത്തേഡ് ഓഫ് മേക്കിംഗ് ചേമ്പ് കറി ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ചേമ്പിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് തോല് കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണാക്കി മുറിച്ചിട്ട് ഒന്ന് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റയടി ഒരു വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ അത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ്. കുറേ സമയമാവില്ലേ നമ്മളിത് ചെയ്ത് വരുമ്പോഴത്തേക്ക്, അതുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തതാണ്. സാധാരണ തോതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കുക്കറിലിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ കുറച്ച് കല്ലുപ്പിടുക, പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ പറയാം. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഇനി നമുക്കൊരു 1-2 പച്ചമുളക് ഇതിലേക്ക് കീറിയിടണം. അത് കുറച്ച് 4ആക്കിയിട്ടോ 2ആക്കിയിട്ടോ പച്ചമുളക് കീറിയിടാം. വലിയ പച്ചമുളകായതുകൊണ്ട് 4 കഷ്ണാക്കിയിട്ട്. ഇനി ഇതൊന്ന് കുക്കാവട്ടെ. ഈ മഞ്ഞളും മുളകും ഒക്കെ ഒന്ന് ആ ചേമ്പിലേക്ക് പിടിക്കണം. ഒരു 2-3 മിനിറ്റ് അതൊന്ന് കുക്കാവട്ടെ. ഇനി ഞാൻ മീൻ മുറിക്കാൻ പഠിപ്പിച്ചു തരാം. ഈ സാധാരണ ഇപ്പം നമുക്ക് ബുച്ചറിയിൽ നിന്നൊക്കെ മീനൊക്കെ കട്ട് ചെയ്തെല്ലാം കൊണ്ടുവരും. പക്ഷേ എന്നാലും എപ്പോഴെങ്കിലും ഒരു അർജൻറ്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഫിഷിന് ചെറിയ സ്കെയിൽസ് ഉണ്ടാവും. ആ സ്കെയിൽസ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തുനിന്ന് ആ സ്കെയിൽസ് ഒന്ന് വടിച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഇപ്പം നല്ല കത്രിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് മീൻ മുറിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പം മീൻ മുറിക്കുക. ഇവിടെ ഒരു വിങ് ഉണ്ടാവും, അത് ആദ്യം കട്ട് ചെയ്യുക. അതേമാതിരി ഇതിൻ്റെ മറ്റേ സൈഡിൽ ഒരു വിങ് ഉണ്ടാവും, അതും കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിൻ്റെ ശേഷം ഈ സൈഡിലുള്ള ഈ വിങ്ങും കട്ട് ചെയ്യാം. പിന്നെ ഈ വാലുണ്ടല്ലോ അതൊന്ന് ട്രിം ചെയ്ത് അതിൻ്റെ ശേഷം നമുക്ക് ഈ മീൻ നിറയ്ക്കാനുള്ള മീനാണ്, അതുകൊണ്ട് നമുക്കിത് കുറേ ഓട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്താണ് നമ്മളിത് നിറയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ പുറമെ ഇതാ ഈ വായ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലെവലിലാണ് ഈ ഫിഷിനെ കട്ട് ചെയ്യേണ്ടത്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ വേണ്ടാത്ത ഇതെല്ലാം വലിച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഇതേമാതിരി ചെറിയ വര ഇട്ട് കൊടുക്കുക. ഈ വര ഇടുന്നത് എന്തിനാണെന്നറിയോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ മസാല, നമ്മൾ തേക്കാൻ പോകുന്ന മസാല ഇതിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ അടുപ്പിച്ച് വരയിടുക. ചേമ്പ് അവിടെ വേവുന്നുണ്ട്, അത് വെന്തോട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ചേമ്പ് വെന്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ഇടണം. ഓക്കെ, ഇപ്പോൾ മീൻ മുറിക്കുന്നതിൽ നല്ലോണം ശ്രദ്ധിക്കുക. കുറച്ച് നല്ല കത്തിയായാൽ വേഗം മുറിയും. എൻ്റെ കത്തി അത്ര സ്പീഡ് പോരാന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നും കൂടി നല്ലോണം അടിയിൽ ആ മുള്ള് തട്ടുന്ന വരെ ഗ്രൂവ് ഇതിടണം, വരയിടണം. ഓക്കെ, ഇങ്ങനെയാണ് മീൻ മുറിച്ചെടുക്കുക.
അതിൻ്റെ ശേഷം നല്ലോണം വാഷ് ബേസിനിൽ ഇട്ടിട്ട് നല്ലോണം അത് കഴുകി അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ ക്ലീൻ ചെയ്യാം. മീൻ ഈ അയില മീൻ കടൽ മീനാണ്. ഇത് ചിലത് പുഴമീൻ ഉണ്ടാവും, ഇത് കടൽ മീനാണ്. അപ്പോൾ കടൽ മീനിനെ നമ്മളെപ്പോഴും ഉപ്പിട്ട് കഴുകണം. നേരെ മറിച്ച് റിവർ ഫിഷിനെ നമ്മൾ ഉപ്പിട്ട് കഴുകില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് മീനിൻ്റെ മാംസം പൊടിഞ്ഞു പോകും. അപ്പോൾ കടൽ മീൻ ക്ലീൻ ആവാൻ ഈ കല്ല് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ മീൻ നല്ല ക്ലീനായിട്ട് വരും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഉപ്പൊന്ന് തേച്ച് ചെയ്ത് നല്ലോണം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി. മീൻ ഞങ്ങൾ മുറിച്ച് വരയിട്ട് കഴുകി മാറ്റി വെച്ച് ഇനി മീൻ സ്റ്റഫ് ചെയ്യാൻ ആവശ്യമുള്ള സാധനം ഉള്ളി കുറച്ച് നേരിയതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ മല്ലി, പുതിന, കരിവേപ്പില, പിന്നെ കുറച്ച് മുന്തിരി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ഞങ്ങളുടെ ഫിഷ് ഫ്രൈ മാറിനേറ്റ്. ഇത് ഞങ്ങളുടെ ഒരു സ്വന്തം പ്രോഡക്റ്റാണ് ഫിഷ് ഫ്രൈ മാറിനേറ്റ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റഫിങ് ചെയ്യാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് നമുക്ക് ഉള്ളി, ഓക്കെ, ഒരു 2-3 അയിലൊക്കെയുള്ള ഉള്ളി, അതിൻ്റെ വായിലും വയറ്റിലും കൊള്ളുന്ന ഒരു കണക്ക്. ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലത്, വെല്ലുള്ളിയായാലും കുഴപ്പമില്ല. കുറച്ച് ഇഞ്ചി, വെല്ലുള്ളി, ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് സോത്തേ ചെയ്ത് ഒന്ന് സോഫ്റ്റൻ ചെയ്യാം. ശരിക്കും ആ വയറിൻ്റെ ഉള്ളിൽ ഈ ഉള്ളി പിന്നെ ഈ കിസ്മിസ് അത് അതിൻ്റെ ഉള്ളിൽ പോയി പൊരിഞ്ഞ് വരുമ്പോൾ ആ കിസ്മിസിൻ്റെ ഒരു സ്വീറ്റ്നെസ്, ഉള്ളിയുടെ ഒരു മസാല, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ആക്ച്വലി ഒരു കോഴിക്കോടൻ വിഭവമാണ്. ഈ കോഴിക്കോട് ടിപ്പിക്കൽ കോഴിക്കോട്ടെ ആൾക്കാരെ പറയും, കോഴാമാരെന്ന് പറയും കോഴിക്കോട്ടെ ആൾക്കാർ. അവരുടെ ഒരു സ്പെഷ്യാലിറ്റി സാധനമാണ് അയില നിറച്ചത്. ഇത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലെല്ലാം ഞാൻ ചെറുപ്പത്തിലേ കഴിച്ച് ഒരുപാട് ശീലിച്ചതുകൊണ്ട് ഇത് ഞാനും എൻ്റെ കിച്ചണിലേക്ക് ഇത് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് അയില ഒന്ന് വേണമെങ്കിൽ പൊരിച്ചിട്ട് ബേക്ക് ചെയ്യുകയും ചെയ്യാം. ഒന്നും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് അത് മസാല പെനിട്രേറ്റ് ചെയ്ത് നല്ല ടേസ്റ്റുള്ള മീനാണ്. പൊതുവേ മത്തി അയില ഭയങ്കര ടേസ്റ്റുള്ള മീനാണ്. പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ആൾക്കാർ അത് അധികം വാങ്ങാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മുന്തിരിങ്ങ, അണ്ടി ഇടൂല, ഉണങ്ങിയ മുന്തിരിങ്ങ. അണ്ടി ഇട്ട് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ കിസ്മിസ് ഒന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് പൊരിയണം. നമ്മളെപ്പോഴും ചട്ടകം ഉപയോഗിച്ച് ഇളക്കുന്ന സമയത്ത് നമ്മൾ ചട്ടകം വെറുതെ ഇങ്ങനെ ചെയ്യാനല്ല. ചട്ടകം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാ ഉള്ളിയും ഒന്ന് നീങ്ങാൻ, അതൊന്നും ഒരു ഇതും അവിടെ തന്നെ ഇരിക്കരുത്. അപ്പോൾ എല്ലാ ഉള്ളിയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം. അപ്പം നല്ല എരിവ് അധികം ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളക് കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ മുന്തിരി, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, മുന്തിരി വേണോ, മീനല്ലേ, എരിവുള്ള സാധനത്തിലേക്ക് എന്തിനാ ഈ മുന്തിരി എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം. ആ സ്പൈസിനെസ്സും ആ സ്വീറ്റ്നെസ്സും ഒപ്പരം വരുമ്പോൾ ആ ടേസ്റ്റ് ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില, നല്ല ഫ്രഷ് കരിവേപ്പില നമുക്കൊന്ന് നല്ലോണം ക്രഷ് ചെയ്തിട്ട് കൊടുക്കേ. ഫുള്ളായിട്ടല്ല, കരിവേപ്പിലയുടെ ആ ഒരു എസൻസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങിക്കോട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് പച്ച മല്ലിപ്പൊടിയാണ്, സാദാ മല്ലിപ്പൊടി, ഒരു സ്പൂൺ നല്ലോണം ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഈ കല്ലുപ്പായാൽ അത് മെൽറ്റ് ചെയ്തോളും. ഇനി ഇതിൽ പൊടിയുപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ചില സമയത്തെല്ലാം ആവശ്യങ്ങൾക്ക് നമുക്ക് പൊടിയുപ്പും വേണ്ടി വരും. അല്ലെങ്കിൽ ഈ കല്ലുപ്പില്ലേ പൊടിച്ചിട്ട് ഒരു ജാറിലിട്ട് വെച്ചാലും മതി. എണ്ണ കുറവായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം കൊടുക്കുന്നത്. ഞാൻ മാക്സിമം എണ്ണ കുറയ്ക്കുകയാണ്. എണ്ണ നല്ലോണം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുറച്ച് ഒന്ന് ഉടയാൻ അതിലേക്ക് ഈ മുറിച്ച് വെച്ച മല്ലിയിലയും പുതിനയും ആവശ്യത്തിനുള്ളത്. ഇതിപ്പോൾ അയില തന്നെ ആവണമെന്നില്ല, ഏത് ഫിഷിലും നിങ്ങൾക്ക് ഇത് സ്റ്റഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് പോംഫ്രറ്റ് ആണെങ്കിലോ
എന്ത് ഫിഷിൻ്റെ സ്റ്റഫിങ്ങിന് സെയിം സ്റ്റഫിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ സ്റ്റഫിങ് റെഡി. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പും അപ്പം മധുരം ഉണ്ടാവില്ല. ഇത് പൊരിച്ച് വരുമ്പോഴാണ് ഈ മുന്തിരിങ്ങൻ്റെ മധുരം വരിക. ഓക്കെ, നൗ ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് റെഡി. ഇനി നമുക്ക് ഈ ഫിഷിനെ ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മാറിനേഷൻ നോക്കാം. ഇത് ഞങ്ങളുടെ തന്നെ ഫിഷ് ഫ്രൈ മാറിനേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മസാലയാണ്. ആബിദ റഷീദിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഞങ്ങളിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ഡയറക്റ്റും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്യണം. ഒരു സ്പെഷ്യൽ മസാല ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് 2 അയിലക്ക് ഒരു 2.5 സ്പൂൺ മതിയാവും. ഒരു അയിലക്ക് 2 സ്പൂണ്, അങ്ങനെ 2 അയിലക്ക് 4 സ്പൂൺ പൊടിയിടുക. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് പൊടിയോ. ഇനിയിപ്പോൾ ഈ മസാല നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കാം. ഇത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യലായിട്ട് ഒരു 2-3 തരം മുളക് ഒരേ മിക്സ് ചെയ്ത് അതിൽ മഞ്ഞളും ആവശ്യമുള്ളതൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു എൻ്റെതായ ഒരു റെസിപ്പിയാണ് ഈ ഫിഷ് ഫ്രൈ മാറിനേറ്റ്. ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കുക, മറ്റേതും ട്രൈ നോക്കുക, എന്താ ഡിഫറൻസ് നോക്കിയിട്ട് ചെയ്യാം. സാധാരണ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുക. പക്ഷെ ഞാൻ പുതിയതായിട്ടൊരു ശാസ്ത്രം പറഞ്ഞു തരികയാണ്, ഒരിക്കലും അത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. അതിന് പകരം നമുക്ക് ഏതായാലും പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണ വേണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിന് പകരം ആവശ്യത്തിനുള്ള വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മുളക്, ഈ ഉപ്പ്, വെളിച്ചെണ്ണയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ആവാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ കൊടുക്കണം. വെള്ളം നല്ലോണം ഡ്രെയിൻ ചെയ്ത് കളയണം മീനിൻ്റെ അകത്തുള്ള. ഓക്കെ, എന്നിട്ട് ആവശ്യമുള്ള കുറച്ച്, ഇപ്പോൾ തണുപ്പ് രാജ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ കട്ടയായി പോകും. അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പൊരിക്കുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. പൊരിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. ഓക്കെ, ഇതേമാതിരി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മസാല റെഡിയാക്കി വെക്കുക. ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ മസാല റെഡിയാക്കി വെക്കുക. അതിൻ്റെ ശേഷം ഈ അയില എടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് റെഡിയാണോ എന്നൊക്കെ വൃത്തിയൊക്കെ നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയിട്ട് ചെയ്തോളൂ, കൈ പൊള്ളണ്ട. ഈ മസാല ഈ അയിലൻ്റെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യുക. കോഴി നിറച്ചത്, അയില നിറച്ചത്, ഇതൊക്കെ ഒരു കോഴിക്കോടിൻ്റെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. അയില നിറച്ചത്, കോഴി നിറച്ചതൊക്കെ എത്ര മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്ന അത്രയും അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ അയില മുറിഞ്ഞെല്ലാം പോവും, പക്ഷേ സാരമില്ല. ബട്ട് ബി വെരി കെയർഫുൾ. ഇത് ചെയ്യുമ്പോൾ എപ്പോൾ ഒരു എക്സ്ട്രാ 2 അയില വാങ്ങിക്കോളൂ, ഒന്ന് പൊട്ടും എന്നുള്ളത് ഉറപ്പിന്. അപ്പോൾ ഇതിൻ്റെ ശേഷം ഇത് നമ്മൾ ഈ മാറിനേറ്റിലേക്ക് ഇടുക. ഇതാണ് അതിൻ്റെ സ്ഥലം. ഇത്ര സ്ഥലം ഉണ്ടാവുക. ചില സീസണിൽ നല്ല എണറുള്ള അയില ഉണ്ടാവും. അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, എണറുള്ള അയില. എണറ് എന്ന് പറഞ്ഞാൽ എഗ്സ്. ഓക്കെ, ഈ വായൻ്റെ ഉള്ളിലും നിറയ്ക്കണം കേട്ടോ, അത് താഴെ വീണ് പോവില്ല. അങ്ങനെ നല്ലോണം നിറച്ച് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് മാക്സിമം കൊള്ളുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നല്ലോണം നമ്മൾ ഈ കട്ട്സ് ഇട്ടില്ലേ, ഈ കട്ട്സിൻ്റെ ഉള്ളിലേക്കെല്ലാം ഈ മുളക് നല്ലോണം തേച്ച് കൊടുക്കുക. ഈ മാറിനേറ്റ്, ഫിഷ് ഫ്രൈ മാറിനേറ്റ് എന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ പേര്. ഇനിയിപ്പോൾ മുളക് പൊടിയാണെങ്കിലും നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് ഒരു ½ an hour. നമ്മളെപ്പോൾ ഫിഷ് ഭയങ്കര സോഫ്റ്റ് ടിഷ്യൂവാണ്, മീറ്റ് കുറച്ചും കൂടി ഹാർഡ് ടിഷ്യൂവാണ്. അപ്പോൾ മീറ്റിന് മാറിനേഷൻ എടുക്കാൻ കഴിയും, പക്ഷേ ഫിഷിന് അധികം മാറിനേഷൻ എടുക്കാൻ പറ്റില്ല. മാറിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നല്ല, നമുക്ക് തന്നെ ഇപ്പോൾ ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കയ്യിലായാലും എത്ര എരിവുണ്ടാവും. അപ്പോൾ അതേമാതിരി തന്നെ അത്രയും പെനിട്രേറ്റ് ചെയ്യും ഇത് മീനിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലോണം മസാല പിടിക്കാൻ വെക്കുക, പക്ഷെ കൂടുതൽ നേരം വെക്കരുത്. പിന്നെ അതേമാതിരി എല്ലാവരും ഒരു പണി ചെയ്യും, മീൻ വാങ്ങിച്ചു വെച്ചിട്ട് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഒരിക്കലും അങ്ങനെ ഫ്രിഡ്ജിൽ മസാല തേച്ച മീൻ വെക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണക്കൽ ചോദിക്കും. ആക്ച്വലി മസാല തേച്ച് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ ഫ്രിഡ്ജിൽ ഇതിങ്ങനെ ബോക്സിലാക്കി വെക്കും. അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ ഫ്രിഡ്ജ് വലിച്ചെടുക്കും. മീനിൻ്റെ അകത്തുള്ള മോയ്സ്ചർ ഫ്രിഡ്ജ് വലിച്ചെടുക്കും. എന്തിന്? ഈ മീനിനെ കൂളാക്കാനാണ് ഫ്രിഡ്ജ് നോക്കുന്നത്. ഇതിനെ ഐസാക്കുകയാണ് മീൻ നിൽക്കാൻ വേണ്ടിയിട്ട്.
അപ്പം അങ്ങനെ മോയ്സ്ചർ വലിച്ചെടുക്കുന്ന സമയത്ത് മീൻ ഉണക്കൽ ചുവ വരും. അപ്പം മീൻ എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ ഞങ്ങൾ എനിക്ക് പല ആൾക്കാർ അഡ്വൈസ് തന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് വെക്കാൻ. മീൻ സിങ്ക് ചെയ്യുന്ന മാതിരി വെള്ളം ഇട്ടിട്ട് മീനിൻ്റെ ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ ആകുമ്പോൾ മീൻ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തിട്ട് പൈപ്പിൻ്റെ അടിയിലിട്ടിട്ട് വെള്ളം ഒഴിക്കരുത്. ഗിവ് ഇറ്റ് ടൈം ഫോർ ദ ഐസ് ടു മെൽറ്റ്. ആ ഐസ് മെൽറ്റ് ആയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ മാറിനേഷൻ ഇടാൻ പറ്റൂ. പിന്നെ രണ്ടാമത് നമ്മൾ ഈ മാറിനേറ്റ് ചെയ്യുന്നത് ഓയിലാണ്. അപ്പം മീൻ തണുപ്പുണ്ടെങ്കിലോ എന്തെങ്കിലും തണുപ്പുണ്ടെങ്കിൽ ഈ ഓയിൽ കട്ട പിടിക്കും. ഈ ഓയിലിൻ്റെ നേച്ചർ അങ്ങനെയാണല്ലോ. ഓയിൽ ചൂടുള്ള സ്ഥലത്താകുമ്പോൾ ഓയിൽ തിന്നായിട്ടുണ്ടാവും. പക്ഷേ നല്ല തണുപ്പുള്ള സ്ഥലത്താകുമ്പോൾ ഓയിൽ എന്താവും, തിക്കാവും. അതേമാതിരി തന്നെ റെഫ്രിജറേറ്റഡ് ഫിഷ് ആണെങ്കിൽ അതിൽ ഐസ് കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ബബ്ലാവും. അപ്പം മാറിനേഷൻ കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂർ വെക്കുമ്പോൾ എന്ത് ചെയ്യുക, അഥവാ നമ്മൾ കട്ടയായിപ്പോയി എന്ത് ചെയ്യുക, കുറച്ച് ചൂടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി അതിൻ്റെ മേലെ ഒന്ന് തേച്ച് വീണ്ടും റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഫിഷ് ഒന്ന് ഒരു ഹാഫ് ആൻ അവർ നമുക്കൊന്ന് മാറിനേറ്റിലിടാം. ഇനി ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ടു 1 hour ആയി. ഫിഷ് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഉണ്ട്. സോ വി ഡോണ്ട് ഹാവ് ടു കൂടുതൽ ആഡ് ചെയ്യേണ്ട. അപ്പോൾ കുറച്ച് സാധാരണ മുങ്ങി പൊരിയേണ്ട മീൻ കുറച്ച് വെളിച്ചെണ്ണ മതി. കുറച്ച് വെളിച്ചെണ്ണ, ഓവർ ചൂട് വേണ്ട. ചെറിയ ചൂടിൽ നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ ചെറിയ ചൂടിൽ ഒന്ന് നല്ലോണം പാനിലെല്ലാ സ്ഥലത്തും ഒന്ന് വെളിച്ചെണ്ണ ആക്കുക. അഥവാ വെളിച്ചെണ്ണ കുറച്ച് ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ടേ മീൻ ഇടാവും. ബിക്കോസ് മീനിൻ്റെ സ്കിന്നെല്ലാം ഭയങ്കര സോഫ്റ്റാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് പുറം കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. അപ്പോൾ ഓവർ എണ്ണ കുറച്ച് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം തണിഞ്ഞതിൻ്റെ ശേഷം മീൻ ഇട്ടാൽ മതി. ഇതിൽ ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഓൾറെഡി ആ മീനിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ആ തല അങ്ങനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വീണ് പോകരുത്. ഇതിലേക്ക് മീൻ, അപ്പോൾ ആ ഭാഗത്തുള്ള മസാല അത് ചെമ്പിൻ്റെ അടിയിൽ പിടിച്ച് പോയിട്ടുണ്ടാവും. അതൊന്ന് നല്ലോണം കൈ കൊണ്ട് അതിലേക്ക് തേച്ച് കൊടുക്കുക. എരിവ് കുറയ്ക്കണമെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കുക കേട്ടോ. ഇത്ര മുളക് ഇടണ്ട, ആവശ്യത്തിനുള്ള മുളക് ഇട്ടാൽ മതി. ചെറിയ തീയിൽ മെല്ലെ വെന്തോട്ടെ കേട്ടോ, അധികം സ്പീഡിൽ വേവാൻ പാടില്ല. ഇതിൽ ഫ്ലെയിം കൂടുതലായി കഴിഞ്ഞാൽ ഈ മുളക് ബേൺട്ടാവും. അപ്പോൾ എണ്ണ കുറഞ്ഞാലും മുളക് ബേൺട്ടാവും. അതുകൊണ്ട് അതെപ്പോൾ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആ കറുത്ത് പോകുന്നത് കറക്കാൻ വിടാണ്ട് എണ്ണ അങ്ങോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ തിരിച്ച് ഇതിൻ്റെ സ്റ്റഫിങ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊന്നും മൂവ് ആവില്ല. മറിച്ചിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കിസ്മിസ് എല്ലാം നല്ലോണം കുക്കായിട്ട് അതിൻ്റെ സ്വീറ്റ്നെസ്, പിന്നെ ഈ മുളക് പൊടിയുടെ ആ എരിവ് ഇതെല്ലാം ആ മീനിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ മീനിനൊരു അസാധ്യ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് മാക്രൽ, ഈ അയിലക്കാണ് ഇത്ര ടേസ്റ്റ്. ചെറിയ ഫ്ലെയിം മതി കേട്ടോ, മിനിമം ഫ്ലെയിം. ഓക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡണ്ണായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗാർലിക് ഇട്ടിട്ടില്ല, നേരത്തെ ജിഞ്ചറേ ഇട്ടിട്ടുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ട് ഗാർലിക്ക്, ഈ ഗാർലിക്കിൻ്റെ ടേസ്റ്റ്, പിന്നെ കുറച്ച് നല്ല കറി ലീവ്സും. ഇതിൻ്റെ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഈ കറി ലീവ്സും ഗാർലിക്കും ഇട്ടിട്ട് ഫിഷ് ഒന്ന് മറിച്ചിടാം. ഓക്കെ. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ഓയിലെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഇപ്പം നമുക്ക് കുറച്ച് ഫ്രഷ് ഓയിൽ കൊടുക്കാം. ഫ്രഷ് ഓയിൽ നല്ല കളറിൽ നല്ല രസത്തിൽ അതിൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള അത് പുറത്തേക്കൊന്നും വന്നിട്ടില്ല, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ അയില പൊരിച്ച് റെഡിയായി. ഇനി നമുക്ക് ചോറിന് കൂട്ടാനുള്ള ചേമ്പ് കറി പകുതിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ ചേമ്പ് നേരത്തെ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2-3 പച്ചമുളക് മുറിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസിലുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, തൈര് കൂട്ടി നല്ലോണം അരയ്ക്കുക. തേങ്ങയും തൈരും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി അരച്ചതാണിത്. നല്ലോണം മിക്സിയിൽ അരച്ച് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. ചേമ്പിന് ഒരുപാട് സ്റ്റാർച്ചുള്ള സാധനമാണ്, അതുകൊണ്ട് ചേമ്പ് എപ്പോഴും നല്ല കട്ടി ഉണ്ടാവും. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഈ അരവിലേക്ക് ഒഴിച്ച് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരവൊന്ന് കലക്കി ഒഴിക്കുക. ഓക്കെ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായി.
നല്ല കളറാണിത്. കേരളത്തിൽ എല്ലാ കറിയും സാധാരണ എനിക്ക് തോന്നുന്ന ഇറച്ചിയായാലും പച്ചക്കറി ആയാലും നമ്മളെല്ലാം കുക്ക് ചെയ്യുന്നതിന് ശേഷം അതൊന്ന് ടെമ്പർ ചെയ്യും. സോ ഇപ്പോഴത്തെ വെജിറ്റേറിയൻ കറീസിലൊക്കെ നോർമലി ടെമ്പറിങ് ചെയ്യുക. വെളിച്ചെണ്ണ, കടുക്, ചുവന്നമുളക്, ഉലുവ ഇങ്ങനെയാണ് ടെമ്പർ ചെയ്യുക. അപ്പോൾ ഈ കറിക്ക് നമുക്കൊന്ന് ടെമ്പർ ചെയ്യുക. അബൌട്ട് 1.5 tablespoon or around about 2 teaspoons of coconut oil. ഓക്കെ, ഇതിപ്പോൾ എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മസ്റ്റേർഡ് സീഡ്സ്. ഓക്കെ, ഈ മസ്റ്റേർഡ് ഇടുന്നത് എന്തിനാ? ഈ മസ്റ്റേർഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്രാക്കിൾ ചെയ്യണം. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മളെ 5 സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യണം. നമ്മൾ അത് കേൾക്കണം, അത് കാണണം, അത് വാസനിക്കണം. ഇതൊക്കെ ചെയ്താലേ കുക്കിങ്ങിൻ്റെ ശരിക്കുള്ള പെർഫോമൻസ്, അതിൽ നിന്ന് കിട്ടേണ്ട ഓരോ കടുകിൽ നിന്നും ഉലുവയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കടു പൊട്ടാണ്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കറി കഴിക്കുന്ന സമയത്ത് ആ കടു വായിൽ ഇങ്ങനെ നിൽക്കും. അത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ അത് ബിറ്ററാവും. നേരെ മറിച്ച് ഈ കടു പൊട്ടുമ്പോൾ എന്താവും? അത് പൊട്ടിയപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്രാഗ്രൻസും അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റും ഒക്കെ എന്തായി? അത് ബേസ്റ്റ് ചെയ്ത് ആ എണ്ണയിൽ മെൽട്ടായി. അപ്പോൾ ആ എണ്ണയിൽ മെൽട്ടായ ഇതിൽ അത് നമുക്കത് ബിറ്ററായിട്ട് തോന്നൂല. ഓക്കെ, ഇപ്പം ഞാൻ കറി ലീവ്സ് ഇട്ടിട്ടില്ല, ഞാൻ മുളകാണ് ഇപ്പോൾ ഇടുന്നത്. മുളകിൻ്റെ കറി ലീവ്സിനെക്കാട്ടിയും വേവ് ജാസ്തി ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ മോര് കറി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പിഞ്ച് ഓഫ് ഉലുവ ഇടും. കുറച്ച് ഉലുവ അതിലിട്ട് കുറച്ച് കരിവേപ്പില. കരിവേപ്പില ഇടുമ്പോൾ എപ്പോഴും തീൻ്റെ അവിടെ നിന്ന് എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഫ്ലെയിം പൊന്തി വരും. ഓക്കെ, ഇപ്പോൾ കറിയുടെ തിക്നെസ് ചെക്ക് ചെയ്യുക, എത്ര തിക്കായിട്ടുള്ള കറിയാണ് ഇഷ്ടം എന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ കറിയിലേക്ക് ഈ ആഡ്. വാവ്, ദാറ്റ്സ് എ സ്മെൽ വാട്ട് ഐ വാണ്ടഡ് ടു ഡിറൈവ്. അത് വന്ന് ഓക്കെ. അപ്പോൾ സംഗതി ചേമ്പാണെങ്കിലും അതിന് വേറെ തന്നെ ഒരു അതാണ് ചേമ്പ് കറി. നൗ ഇറ്റ്സ് ഡൺ. ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും another 2 to 3 minutes അത് തിളയ്ക്കും. അതാണ് ഈ ചട്ടിയുടെ ഹീറ്റിൻ്റെ ഒരു ടെക്നോളജി. എനിക്കത് ശരിക്കും പറയാൻ അറിയില്ല, ഞാൻ ചട്ടി ഉണ്ടാക്കി പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? എങ്ങനെയാണ് അതിങ്ങനെ തിളയ്ക്കുന്നത്? ഈ ചൂടില്ലാണ്ട്. നേരെ മറിച്ച് നമ്മളൊരു അലൂമിനിയം പാത്രത്തിലാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിളക്കില്ല. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നിൽക്കും. പക്ഷേ ചട്ടീൻ്റെ എന്തോ ഒരു ഹീറ്റ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഉദാഹരണം. ഇത് ബബിൾ ചെയ്യുന്ന കണ്ടില്ലേ, ഓഫായിട്ടും. അപ്പോൾ ഈ ചട്ടിയിൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല. മീനെല്ലാം ഉണ്ടാക്കി ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് പെട്ടെന്ന് കേടുവരില്ല. നേരെ മറിച്ച് നമ്മൾ അലൂമിനിയത്തിലോ മറ്റ് മെറ്റലിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേടുവന്നു പോകും. ഓക്കെ, ഇപ്പം നല്ല രസമുള്ള ചേമ്പ് കറി. ചേമ്പ് എന്ന് പറയുമ്പോൾ ആർക്കും അത്ര ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ചേമ്പ് കറിയും നല്ല പുത്തനരിൻ്റെ ചോറും ഒരു അയില പൊരിച്ചും ഉണ്ടെങ്കിൽ ഒരു ബിരിയാണിക്ക് സമ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവരുടെയൊക്കെ ആ മുഖത്തുള്ള പുഞ്ചിരിയൊക്കെ ഒന്ന് കാണുക. നല്ലോണം ആണായാലും പെണ്ണായാലും കുക്കിംഗ് പഠിക്കണം, നിർബന്ധമാണ്. അപ്പോൾ കുക്കിംഗ് ഈസ് എ വേ ടു ദ ഹാർട്ട് എന്നാണ് പറയുന്നത്. ലൈക്ക് ഈറ്റിംഗ് ടുഗെദർ, കുക്കിംഗ് ഇതെല്ലാം വേ ടു ഹാർട്ടാണ്. അപ്പം നമ്മളുടെ ഫാമിലീനെ, കുട്ടികളെയൊക്കെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കുക. കുട്ടികളുടെ ടി വിൻ്റെ അവിടെ അവർ ഒരാൾ ഒരറ്റത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഒരു മീലെങ്കിലും ഫാമിലി ഒന്നിച്ച് കഴിക്കുക. നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും. ഹോപ്പ് എല്ലാവരുടെ വീട്ടിലും ഈ സന്തോഷങ്ങൾ എത്തട്ടെ. Thank you everyone. I'll be back with another video. Until then, goodbye from Abida Rashid.